വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. മൈലാപ്പൂരിലെ അത്ഭുത കുരിശിന്റെ ദിനമായ ഇന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. പീഡാനുഭവത്തെക്കുറിച്ചും കുരിശുമരണത്തെക്കുറിച്ചുമൊക്കെ യേശു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അസ്വസ്ഥരാവുകയാണ്. യേശു വരെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യാതൊരു കാരണവശാലും അസ്വസ്ഥമാകാത്ത ഹൃദയം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു ശിഷ്യന്റെ ഉത്തരവാദിത്തമാണ്. ഏത് വാർത്ത കേട്ടാലും, എത്ര കഠിനമായ പ്രവചനങ്ങൾ കേട്ടാലും, വരാനിരിക്കുന്ന കാര്യങ്ങൾ എത്ര ഭീകരമായി അനുഭവപ്പെട്ടാലും ഹൃദയം അസ്വസ്ഥമാകാൻ ഇടയാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ആത്മീയ തത്വമാണ്. അസ്വസ്ഥമായ ഹൃദയം, വിഷമിപ്പിക്കുന്ന ഹൃദയം, ഭാരപ്പെടുന്ന ഒരു ഹൃദയം അല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സമ്പൂർണമായ സമർപ്പണത്തിന്റെ ശാന്തതയും സൗമ്യതയും നിറഞ്ഞ ഹൃദയമാണ്. ദൈവത്തിലുള്ള വിശ്വാസം കാരണവും യേശുവിലുള്ള വിശ്വാസം കാരണവും സമ്പൂർണമായ ശാന്തതയും സൗമ്യതയും അനുഭവിക്കുന്ന ഹൃദയം. അസ്വസ്ഥതയോ ഭയമോ മറ്റ് എന്തെങ്കിലും പീഡനങ്ങളോ മാനസിക ഭാരമോ ഒന്നും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് യേശു അവരെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ, സമ്പൂർണമായ സമർപ്പണത്തിൽ, ഭയലേശമില്ലാതെ, ഭാരമില്ലാതെ, സ്വസ്ഥവും ശാന്തവുമായി നാം ആയിരിക്കണം. യേശു പറയുകയാണ്, ഞാനാണ് വഴിയും സത്യവും ജീവനും. പിതാവിലേക്കുള്ള വഴി കാണിച്ചു തരുന്നത് യേശുവാണ്. യേശുവിലൂടെ നാം പിതാവിൻ്റെ പക്കലേക്ക് എത്തിച്ചേരുകയാണ്. ശിഷ്യന്മാർ പിതാവിനെ കണ്ടിട്ടില്ല, എങ്കിലും യേശുവിൽ അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസം കാരണം അവർ പിതാവിലേക്ക് എത്തിച്ചേരും. വഴിയും സത്യവും, യഥാർത്ഥ സത്യം യേശുവാണ്. പിതാവായ സത്യത്തിൽ നിന്നുള്ള സത്യം, ഒരുപോലെ പിതാവിനെ പോലെ സത്യം ആണ് യേശു. ജീവനും യേശുവാണ്. അപ്പോൾ വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ പക്കലേക്ക് എത്തുന്നില്ല. വഴിയും സത്യവും ജീവനുമായ യേശുവിനോട് നാം ഒന്നായി ചേരുമ്പോൾ, ഒന്നായി തീരുമ്പോൾ പിതാവുമായും നാം ഒന്നായി തീരുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലേക്കുള്ള ഐക്യത്തിലേക്ക് നാം നീങ്ങുകയാണ്. ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് ഈ സത്യം മനസ്സിൽ സൂക്ഷിക്കാം. യേശുവിലൂടെ പിതാവിലേക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ഐക്യത്തിലേക്കും വിളിക്കപ്പെട്ടവരാണ് നാം. അതിനുവേണ്ടിയാണ് നാം ഒരുങ്ങുന്നത്. ജനന തിരുനാൾ നമുക്ക് അതിനുള്ള സൗഭാഗ്യം നൽകുന്ന ഒരു തിരുനാളായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.